നിങ്ങൾ ശരിക്കും ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഇതൊന്നും അല്ല. ഇത് നമ്മളിപ്പോൾ വെറും ഒരു പേരാൽ മാത്രം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ശരിക്കും ഓരോ സാഹചര്യം, ഓരോ സിറ്റുവേഷനും അനുസരിച്ച് ആംബിവേർട്ടും എക്സ്ട്രോവേർട്ടും എന്നുള്ള പേരിൽ നമ്മളെ തന്നെ അങ്ങനെ ആക്കി തീർക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സ്വന്തം ഫാമിലി, നമ്മുടെ സ്വന്തം വീട്, നമ്മുടെ സ്വന്തം സ്പേസിൽ നമ്മൾ എക്സ്ട്രോവേർട്ട് ആണ്. പക്ഷെ ചില ആൾക്കാരുടെ സ്ഥലങ്ങളിൽ നമ്മൾ ഇൻട്രോവേർട്ട് ആയിട്ട് പെരുമാറുന്നതാണ്. ചില ഇടങ്ങളിൽ നമ്മൾ ആംബിവേർട്ട് ആയിരിക്കും. പകുതി എല്ലാ കാര്യങ്ങളും പറയും, ചിലപ്പോൾ നമ്മൾ ഒന്നും മിണ്ടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോലും അറിയാതെ അങ്ങനെ നമ്മളെ ഒതുക്കാൻ നോക്കാറ്. നമ്മൾ കുഞ്ഞിലെ ഭയങ്കര എല്ലാ കാര്യങ്ങളും ഷെയർ, ഇപ്പൊ ആൾക്കാരോട് ഷെയർ ചെയ്യാൻ നമുക്ക് തന്നെ ഒരു പേടി, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാതെ ശരിയാവോ, അവർ നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നലും കൺഫ്യൂഷനും ട്രസ്റ്റിന്റെ ഇഷ്യൂസ് ഒക്കെയാണ് നമ്മളെ ഇങ്ങനെ ആക്കി മാറ്റുന്നത്. നിങ്ങൾ ശരിക്കും ഒരു മനുഷ്യനാണ്, മനുഷ്യന് വരുന്ന കുറേ ഫീലിങ്സും കാര്യങ്ങളും ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ പല ഏരിയാസിലും ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. ചിലവർ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിപ്പോയി, എനിക്ക് പണ്ടത്തെ എന്നെ എനിക്ക് ഇനി തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഓർത്ത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെയായി പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ദാറ്റ്സ് ഓൾ.